ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കൊണ്ടാഴിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓപ്പൺ ജിംനേഷ്യം വരുന്നു. 3.70 ലക്ഷം രൂപയുടെ പദ്ധതി പി പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴിയിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പൺ ജിംനേഷ്യം നിർമ്മിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാറമേൽപ്പടി ഗ്രാമീണ വായനശാലയിൽ അത്യാധുനികമായ ഈ ഓപ്പൺ ജിം സജ്ജീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നുള്ള ദീർഘവീക്ഷണ മനോഭാവത്തോടുകൂടിയുള്ള പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വായനശാലയെ കൂടി ആ ഭരണസമിതി തെരഞ്ഞെടുത്തു. അഷറഫായാലും പ്രശാന്തിയായാലും മറ്റു മെമ്പർമാരൊക്കെ ആയാലും ഈ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ പരിധിയിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ഭരണസമിതി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ദീർഘവീക്ഷണ മനോഭാവത്തോടു കൂടിയുള്ള കായികക്ഷമത വർദ്ധിപ്പിക്കുക, ജീവിത ശൈലി രോഗങ്ങളുടെ മാറ്റം വരുത്തുക, ആരോഗ്യപരമായിട്ടുള്ള ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി നിർവഹിച്ചു. അതിന്റെ പണി ഏകദേശം പദ്ധതിയോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്നുള്ളത് കൊണ്ടാടി വായനശാലയിലാണ്, ഒന്നുള്ളത് മേപ്പാടത്താണ്. 3 പദ്ധതികളാണ് ഈ ഒരു വർഷത്തെ സാമ്പത്തിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം 3,70,70,000 രൂപയാണ് നമ്മൾ ഇതിനു വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. താഴെ നമുക്കത് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തറ പണിതുകൊണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്ഥാപിച്ചുകൊണ്ടാണ് അതിന്റെ നിർമ്മാണം. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ പാറമേപ്പടി പ്രദേശത്തുള്ള ആളുകൾക്ക് കാലത്ത് വന്നോ അല്ലെങ്കിൽ വൈകുന്നേരമായാലും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം അവനവന്റെ ആരോഗ്യ പരിപാലനത്തിലൂടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം ഇവിടെ നല്ല രീതിയിൽ നടപ്പിലാക്കുകയും അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ഒരു ഗുണമുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നത്. വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സത്യഭാമ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MC നന്ദന, ബീന, ബ്ലോക്ക് മെമ്പർ ജിൻസി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PR വിശ്വനാഥൻ, ധന്യ മധു, AB ബാലഗോപാലൻ, പീറ്റർ തങ്കച്ചൻ, വായനശാല ഭാരവാഹികളായ PV ഗോവിന്ദൻകുട്ടി മാസ്റ്റർ, M പ്രേംകുമാർ, ലൈബ്രറി കൗൺസിൽ അംഗം എൽദോ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഞങ്ങളുടെ വായനശാലയ്ക്ക്, ഗ്രാമീണ വായനശാലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അകമഴിഞ്ഞ സഹായം ചെയ്യുന്നതിന് കഴിഞ്ഞ 2020-2025 വർഷകാലത്ത് നിരവധി കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തു തന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പൺ ജിമ്മിലൂടെ അനുവദിച്ചത്. ഞങ്ങൾക്കൊരു പബ്ലിക് ടോയ്ലറ്റ് കഴിഞ്ഞോണം തന്നു, ഉടൻ തന്നെ ഒരു ലാപ്ടോപ്പ് തന്നു. അതുപോലെ ഇപ്പോൾ ഓപ്പൺ ജിമ്മ് കഴിഞ്ഞ വർഷം പ്രാബല്യത്തിലൊന്നുകൂടെ തന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ബ്ലോക്ക് ഭരണസമിതി അംഗമായ പ്രസിഡന്റായ അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ അന്നത്തെ വൈസ് പ്രസിഡന്റായിരുന്ന പ്രശാന്തി, അന്ന് ഈ ഡിവിഷന്റെ മെമ്പറായിരുന്ന അനീഷ്, ഇവരെല്ലാവരും കൂടി ഞങ്ങളുടെ വായനശാലയ്ക്ക് പരമാവധി സഹായം ചെയ്തതിന് ഒരു നന്ദി. ന്യൂസ് ഡെസ്ക് CCV.